പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 18-ാം തീയതി ബുധനാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും നന്മയുടെയും അനുഗ്രഹത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി കാതോർക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ലേവ്യ പുസ്തകം 26-ാം അധ്യായം 11-ാം വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 26 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിൽ ആക്കും, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. സ്വർഗത്തിലെ ദൈവം മോശയിൽ കൂടെ ഇസ്രയേൽ ജനത്തോട് 2 കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ കൂടി പങ്കുവെക്കുന്നത്. 26-ാം അധ്യായത്തിൽ നാം പ്രധാനമായും കാണുന്നത് ദൈവം പറയുന്നത് അനുസരിച്ച് മുൻപോട്ട് പോയാൽ ലഭ്യമാകുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ. രണ്ടാമതായി, ദൈവം പറയുന്നത് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ചാൽ നേരിടേണ്ടി വരുന്ന തിക്താനുഭവങ്ങൾ. ഇവ രണ്ടുമാണ് ഈ അധ്യായത്തിന്റെ പ്രധാനമായ പ്രമേയം എന്ന് പറയുന്നത്. ഇവിടെ മോശയിൽ കൂടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിൽ ആക്കും. ആരോടാ പറയുന്നത്? ഏക സത്യ ദൈവമായ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, പിൻപറ്റാവൂ, അനുഗമിക്കാവൂ എന്ന് ഇസ്രായേൽ ജനത്തിന് നിയമമുള്ളപ്പോൾ അവരുടെ വഴിയാത്രയിൽ അവർ ആരാധിക്കാത്ത ദൈവങ്ങളില്ല, അനുഗമിക്കാത്ത മിഥ്യാമൂർത്തികളില്ല, അവർ ചെയ്യാത്ത വിഗ്രഹാരാധനകളില്ല. ഇവയെല്ലാം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു പോയ ആ ജനത്തോട് പറയുകയാണ്, ഞാൻ പറയുന്നത് അനുസരിച്ച് നിങ്ങൾ എന്നോടൊപ്പം യാത്ര ചെയ്താൽ നിങ്ങളിൽ 5 പേർ 100 പേരെ ഓടിക്കും, 100 പേർ 10,000 പേരെ ഓടിക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ തുരത്തിക്കളയും, ഓടിച്ചു കളയും. എന്റെ വാസം നിങ്ങളുടെ ഇടയിൽ ആക്കും. പ്രിയ ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളും നന്മകളും ലഭിക്കാനുള്ളത് മുഴുവൻ ലഭിച്ചിട്ട് വന്ന വഴി നാം അന്ന് മറക്കും. നമ്മുടെ കൂട്ടായ്മ ബന്ധങ്ങൾ നാം അങ്ങ് വിച്ഛേദിക്കും. ദൈവത്തോടുള്ള ബന്ധം നാം അങ്ങ് അവസാനിപ്പിക്കും. ഇതെല്ലാം എന്റെ കഴിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടും നേടി എന്നുള്ള അഹംഭാവത്തിൽ ജീവിക്കും. അല്ല, സ്വർഗത്തിലെ ദൈവം നാം എത്ര മാറിപ്പോയാലും മാറാതെ നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നാം ഇന്നും ജീവിക്കുന്നു എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. രണ്ടാമതായിട്ട് പറയുകയാണ്, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. അതെ, നിങ്ങൾ കാണിച്ച പല ദുഷ്പ്രവണതയ്ക്കുമെതിരെ ഞാൻ ദേഷ്യത്തോടെ, കോപത്തോടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളെ പലപ്പോഴും പലവിധ പീഡകളിൽ കൂടെ, ശത്രുവിന്റെ കൈകളിൽ കൂടെ കയറ്റി വിട്ടിട്ടുമുണ്ട്. പക്ഷേ എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നാം കരുതും നമ്മുടെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, രക്തബന്ധങ്ങൾ, നമ്മളോട് ഒട്ടി നിൽക്കുന്നവർ, ഇവരൊക്കെ എന്നും നമ്മളോടൊപ്പം ഉണ്ടാവുമെന്ന്. ഒരിക്കലുമില്ല. ഇവരൊക്കെ പലപ്പോഴും പുറത്ത് ചിരിച്ചു കാണിക്കുകയും നമ്മളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുമെങ്കിലും
അവരുടെ ഉള്ളം പലപ്പോഴും നമ്മിൽ നിന്നും വളരെ അകലെയാണ്. നമ്മെ ഉള്ളം കൊണ്ട് താല്പര്യമില്ല, ഇഷ്ടമില്ല, വെറുക്കുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, എന്റെ ജനമേ, നിങ്ങൾ ഓർക്കണം, ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. ഞാൻ ഒരിക്കലും നിങ്ങളെ വെറുത്ത് കളയുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ട് ഈ ബുധനാഴ്ച ദിവസം രാവിലെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒരു കാര്യം ഓർക്കുക, സ്വർഗത്തിലെ ദൈവം നമ്മളെ വെറുത്ത് കളയുന്ന ദൈവമല്ല, ചേർത്ത് പിടിക്കുന്ന ദൈവമാണ്. നമ്മുടെ വേദനകൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ വിഷമതകൾ, കടന്നു പോകുന്ന അവസ്ഥകൾ എന്തും ഏതുമായിക്കൊള്ളട്ടെ, ആ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്ന് നമ്മിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, നമ്മെ വെറുക്കാതെ സ്നേഹിച്ച് കരുതുന്ന ഒരു ദൈവം. നമുക്കൊരു പ്രശ്നമോ പ്രയാസമോ വിഷമോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ ഉണ്ടായാൽ, പ്രിയമുള്ളവരെ, എത്ര പേർ നമ്മളിലേക്ക് ഇറങ്ങി വരാൻ താല്പര്യപ്പെടും? അവർക്കും കൂടെ പ്രയാസം ഉണ്ടാകും എന്ന് കരുതി നമ്മളെ വിട്ടു പോവുകയല്ലേ 99% ആളുകളും ചെയ്യുന്നത്. എന്നെ കേൾക്കുന്നവരിൽ ചിലരുടെയെങ്കിലും അനുഭവം ഇത് തന്നെയായിരിക്കും. പുറത്ത് കാണിക്കുന്നില്ല എങ്കിലും നമ്മോട് എത്രത്തോളം വെറുപ്പാണ് നാം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന അനേകരുടെ ഉള്ളത്തിൽ ഉള്ളത് എന്ന് ഞാൻ നിങ്ങൾ ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം അങ്ങനെയല്ല. ആരെല്ലാം കൈവിട്ടാലും ഒറ്റപ്പെടുത്തിയാലും നമ്മുടെ മധ്യേ വന്ന് വസിച്ച് തന്റെ വാസസ്ഥലം അഥവാ നിവാസമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ സ്ഥലം കൊടുക്കാം, നമ്മുടെ ഭവനത്തിൽ സ്ഥലം കൊടുക്കാം, നമ്മുടെ എല്ലാ പ്രവർത്തന കർമ്മ മണ്ഡലങ്ങളിലും ആ ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കാം. മാത്രമല്ല, ആരെല്ലാം വെറുത്താലും, ആരെല്ലാം അകറ്റിയാലും, ആരെല്ലാം നമ്മളോട് മിണ്ടാതിരുന്നാലും, അല്ല എന്തൊക്കെയോ കാണിക്കുന്നതിന് വേണ്ടി കാട്ടിക്കൂട്ടിയാലും, ഉള്ളിലെ ഉള്ളം കൃത്യമായി അറിയാവുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം പറയാണ്, മകനെ, മകളെ, നിന്നെ ആര് വെറുത്ത് തള്ളിക്കളഞ്ഞാലും എന്റെ ഉള്ളം നിന്നെ വെറുക്കുകയില്ല, നിന്നെ തള്ളുകയില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ട്, മറ്റുള്ളവരുടെ ഉപദേശം കേട്ട് എത്രയോ സ്നേഹബന്ധത്തിലായിരുന്ന, ആത്മബന്ധത്തിലായിരുന്ന ഒരു കുടുംബം പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ കഴിഞ്ഞ എത്രയോ പേരെ നാം അകറ്റിക്കളഞ്ഞു, അടർത്തി മാറ്റിക്കളഞ്ഞു, വിഘടിച്ചു കളഞ്ഞു. എന്നിട്ടിപ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ അഭിനയിക്കുക മാത്രമാണ്. പ്രിയമുള്ളവരെ, ആ വ്യക്തികളോട്, ആ കുടുംബങ്ങളോട് നേരെ നിന്നൊരു വാക്ക് ചോദിക്കുവാൻ, എന്താ സംഭവിച്ചത് സഹോദര എന്ന് ചോദിക്കുവാനുള്ള ആർജവം കാണിക്കാതെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് വെറുത്ത് ഒഴിവാക്കി ഇപ്പോൾ നാം പുറത്ത് അഭിനയം കാണിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, മകനെ, മകളെ, സഹോദര, സഹോദരി, ആര് നിന്നെ വെറുത്താലും എന്റെ ഉള്ളം നിന്നെ വെറുക്കുന്ന ദൈവമല്ല ഞാൻ. അതുകൊണ്ട് ഇന്ന് ഒറ്റപ്പെട്ടതിന്റെ വിഷമമാണോ താങ്കൾ അനുഭവിക്കുന്നത്? ഏകാന്തതയുടെ മനോവിഷമമാണോ താങ്കൾ നേരിടുന്നത്? എന്താണ് താങ്കൾ അഭിമുഖീകരിക്കുന്ന ഇന്നിന്റെ പ്രശ്നം? അല്ല, കുഞ്ഞുങ്ങളുടെ വിഷയമോ, കുടുംബ വിഷയമോ, ജോലി വിഷയമോ, സാമ്പത്തിക വിഷയമോ, ആരോഗ്യപ്രയാസമോ, വേണ്ടവണ്ണം പ്രാർത്ഥിക്കുവാൻ പറ്റാതെ മനസ്സ് കലങ്ങിയിരിക്കുന്നോ, വചനം കേൾക്കുവാൻ പറ്റാതെ, പഠിക്കുവാൻ പറ്റാതെ ഏകാഗ്രത നഷ്ടപ്പെടുന്നുവോ? എന്താണ് താങ്കളെ അലട്ടുന്ന മനോവിഷമം? എന്താണെങ്കിലും ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുന്നു, മകനെ, മകളെ, ഞാൻ നിന്നിലേക്ക് ഇറങ്ങി വന്ന്
നിന്റെ മധ്യേ വസിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, ആരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞു വെറുത്താലും എന്റെ ഉള്ളം നിന്നെ വെറുക്കുകയില്ല. ഈ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനാപൂർവം നമ്മളെ സമർപ്പിക്കാം, നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം. നമ്മളെ വെറുക്കാത്ത, നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ഈ ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിച്ച് ഉറച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. അതിനായി നമ്മെ തന്നെ പരിപൂർണമായി വിട്ടുകൊടുക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ വിട്ടുപോകുമ്പോൾ, ഞങ്ങളെ ഒറ്റപ്പെടുത്തുമ്പോൾ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളോട് കൂടെ വസിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. എന്തെല്ലാം പ്രതികൂലം വന്നാലും എന്നെ തള്ളുകയില്ല, തെറ്റിദ്ധരിക്കുകയില്ല, ഒറ്റപ്പെടുത്തുകയില്ല, വെറുക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിച്ച പലരും ഈ നിലയിൽ എന്നെ വെറുത്ത് തള്ളിക്കളഞ്ഞപ്പോൾ ഉള്ളം വെറുക്കാതെ കൂടെ വരുന്ന ഒരു ദൈവത്തിന്റെ സ്നേഹം ഇനി ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ നിലകളിൽ വേദനയിൽ, ഏകാന്തതയിൽ, സങ്കടത്തിൽ കടന്നു പോകുന്ന നിന്റെ കുഞ്ഞുങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അവരോട് ഈ ദൈവവചനത്തിന്റെ വ്യക്തത ഹൃദ്യമായി ഇടപെടണം, വചനത്താൽ ഉറപ്പിക്കണം. ഇന്നത്തെ ദിനം വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, എന്നിലേക്കും നിങ്ങളിലേക്കും ഇറങ്ങി വരുന്ന ഒരു ദൈവം, ഉള്ളം വെറുക്കാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം, ഇങ്ങനെ ഒരു ദൈവം നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മൾ എന്തിനു വിഷമിക്കണം, എന്തിനു ഭാരപ്പെടണം? ആകയാൽ ഈ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തേക്ക് ഇറങ്ങിത്തിരിക്കാം. നമ്മുടെ യാത്രകൾ, ആവശ്യങ്ങൾ, ഗമനാഗമനങ്ങൾ തമ്പുരാൻ പരിപാലിക്കട്ടെ. സ്വർഗീയ കൃപകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിച്ച് ദൈവകൃപയാൽ നിറയ്ക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.